ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ പാടാത്ത പൈങ്കിളി സീരിയലിലെ 13 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ ദേവ കൺമണിയോട് ചേട്ടത്തിമാരുടെയും ചേട്ടന്മാരുടെയും ചോദ്യം ചെയ്യലിനെ പറ്റി പറയുന്നത് കാണിച്ചുകൊണ്ടാണ്. ദേവ കൺമണിയോട് പറയുകയാണ്, മധുരമ ഈ സിറ്റിയിൽ വന്ന കാര്യവും ഞാൻ മധുരമയെ കാണാൻ ഹോട്ടൽ പാലസിൽ പോയ കാര്യവുമൊക്കെ അവരറിഞ്ഞു. ചേട്ടത്തിമാർ എന്തു പറയുന്നു അതെല്ലാം അക്ഷരം പതി അനുസരിക്കുകയല്ലാതെ സ്വന്തമായി ഒരു തീരുമാനവും ഇല്ലാത്തവരായി മാറിയിരിക്കുക ചേട്ടന്മാരും. ഇപ്പോൾ എൻ്റെ പുറകെ സ്പൈ വർക്കുമായി ഇറങ്ങിയിരിക്കുക അവർ. കൺമണി, സാറിന് പുറകെ ചാരപ്പണി ചെയ്യുകയാണെങ്കിൽ അത് ഭരത്തായിരിക്കും. ദേവ, ആരായാലും എന്താ, നല്ലൊരു പാർട്ടി സന്തോഷമായി ആഘോഷിച്ചിട്ട് അതിന് സന്തോഷം വിട്ടു തരും മുന്നേ ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് മനുഷ്യൻ്റെ ഉള്ള മൂട് കൂടി കളഞ്ഞു. ഞാൻ മധുരമയോട് ഇഷ്ടമല്ലെന്നത് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. പിന്നെ അവൾ എനിക്ക് പലപ്പോഴായി തന്ന ഗിഫ്റ്റുകളെല്ലാം തിരിച്ചു കൊടുത്ത് അവളുടെ ഒരു ഓർമ്മ പോലും എൻ്റെ ഉള്ളിൽ അവശേഷിക്കാൻ പാടില്ലെന്നും പറഞ്ഞു. ഇറങ്ങാൻ നേരം കൺമണിയല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ മനസ്സിലില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടാ വന്നേ. കൺമണി, അയ്യോ മധുരമയെ വേദനിപ്പിച്ചോ സാർ? കരഞ്ഞു ഒരുപാട്? അതൊന്നും വേണ്ടിയിരുന്നില്ല സാർ. സാർ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ വിഷമം കൊണ്ട് എന്തെങ്കിലും ചെയ്താലോ? ദേവ, ഇനി അതിൻ്റെ ആവശ്യമില്ല. അവസാനിപ്പിച്ചത് അങ്ങനെ തന്നെ അവസാനിക്കട്ടെ. ഇനി വിളിച്ച് ഒന്നും തുടങ്ങി വെക്കണ്ട. അതൊക്കെ പോട്ടെ. പിന്നെ ഇന്ന് താനുണ്ടാക്കിയ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കൺമണി, വേണ്ട, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. ദേവ, താൻ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഒന്നാമത് ഞാനാകെ തകർന്നിരിക്കുക, താനും കൂടി ഓരോന്ന് പറയല്ലേ. ശേഷം കാണിക്കുന്നത് മധുരമ തൻ്റെ കൂട്ടുകാരിയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഫോണിൽ പറയുന്നു. ദേവയോടുള്ള ഭ്രാന്തമായ പ്രണയം മൂലം ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു മധുരമയുടെ സംസാരം. മധുരമ തൻ്റെ കൂട്ടുകാരിയോടായി പറയുന്നു, ദേവി ഇനി ഒരിക്കലും എനിക്ക് കിട്ടില്ല. എൻ്റെ ഓർമ്മ പോലും അവനിൽ അവശേഷിക്കാതിരിക്കാൻ ഞാൻ പലപ്പോഴായി അവന് സമ്മാനിച്ച ഗിഫ്റ്റുകൾ പോലും അവൻ ഇന്ന് കൊണ്ടുവന്ന് തന്നു. എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നീ പറയുന്നത് പോലെ അവനെ മറന്ന് മറ്റൊരുത്തൻ്റെ തലയിൽ കയറാൻ ഈ മധുരമയെ കിട്ടില്ല. എനിക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്കും എൻ്റെ കണ്ണുനീരിനും ഞാൻ പകരം ചോദിക്കും. ഇനി മറ്റുള്ളവരുടെ കണ്ണുനീരൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല. ഇതൊക്കെ മറന്ന് അച്ഛനോടൊപ്പം പോകാൻ എനിക്ക് കഴിയില്ല. അടുത്ത് കാണിക്കുന്നത് സ്വപ്ന സുശീലാമ്മയോട് കനകയുടെ കുറ്റം പറയുന്നതാണ്. അമ്മേ, ഈ കനക എന്തിനാ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്? അവളാണെങ്കിൽ പാത്രം കഴുകുന്നതല്ലാതെ മറ്റേതെങ്കിലും ജോലി ഇവിടെ ചെയ്യുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ? ഒരു കോഫി വേണമെങ്കിൽ പോലും നമ്മൾ അടുക്കളയിൽ പോകണം. അവൾക്ക് വളം വെച്ച് കൊടുക്കുന്ന കൺമണിയാ. അവളാണെങ്കിൽ ഇതുവരെ എണീറ്റിട്ട് പോലും ഇല്ല. ഇങ്ങനെ പോയാ അവൾക്ക് അടുക്കളയിൽ കയറാതെ വെറുതെ ഇരിക്കാമല്ലോ. സുശീലാമ്മ, കനകയുടെ കാര്യം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, പലപ്പോഴും പറഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. സ്വപ്ന, ഇങ്ങനെ പോയ അമ്മയുടെ വാക്കിന് ആരും വില കൽപ്പിക്കില്ല. ഇതേ സമയം സ്വപ്ന പറയുന്നത് കേട്ട് അവന്തിക അങ്ങോട്ട് വരുന്നു. എന്നിട്ട് സ്വപ്നയോടായിട്ട്, അല്ല സ്വപ്നേജി, രാവിലെ മോർണിംഗ് തമാശ തുടങ്ങിയോ? ഇന്ന് ആരുടെ ഏഷണിയാ പറയുന്നത്? എന്നാൽ സ്വപ്നയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. സ്വപ്നയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് സുശീലാമ്മയാണ്. ഡി അവന്തികേ, ആദ്യം നീ ഇത്രയും വളരു, എന്നിട്ട് വലിയ വർത്തമാനങ്ങൾ പറയാം. ഇതേ സമയം ദേവ അങ്ങോട്ട് വന്ന് അവന്തികയോടായി ചോദിക്കുന്നു, നീ കൺമണിയെ കണ്ടോ? ഇല്ല ഏട്ടാ, റൂമിൽ നോക്ക്, അവിടെ കാണും. റൂമിലില്ല, അതാ നിന്നോട് ചോദിച്ചത്. ഇതേ സമയം സ്വപ്ന ഇതിനിടയിൽ ഇടപെടുന്നു. അല്ലേലും പാതിരാത്രി ആരും കാണാതെ അവൾക്കൊരു വീട് വിട്ടുപോക്കുണ്ടല്ലോ, അങ്ങനെ പോയതാകും. അവന്തിക, ദേ സ്വപ്നേച്ചി, എന്തെങ്കിലും വിളിച്ച് പറയല്ലേ. ഞാൻ പോയി കനകേച്ചിയോട് ചോദിക്കാം. ചിലപ്പോൾ കനകേച്ചിയോട് പറഞ്ഞു കാണും. അവന്തിക കനകയോട് ചോദിച്ചിട്ട് കനകയോടും കൺമണി ഒന്നും പറഞ്ഞിരുന്നില്ല. സുശീലാമ്മയും അനന്യയും കിട്ടിയ തക്കം മുതലാക്കുന്നു. എന്നാലും കൂടെ കിടക്കുന്ന ഭർത്താവിനോട് പോലും ഒരു വാക്ക് പറയാതെ വീട് വിട്ടു പോകാന്ന് വെച്ചാ ശിവ ശിവ, ഇവളാള് കൊള്ളാലോ എന്ന് സ്വപ്നം പറയുമ്പോൾ സുശീലാമ്മ ദേവയോടായി, നീ എന്താടാ നോക്കി നിൽക്കുന്നേ? ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നില്ലേ? ഇപ്പോൾ ദേവ പറയാണ്, ഞാൻ എങ്ങും പോകുന്നില്ല, അന്വേഷിക്കുന്നതുമില്ല. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ എന്ന് പറഞ്ഞ് ദേവ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് കൺമണി ആശ്രമത്തിൽ നിന്നും തൊഴുവുന്നത് കാണിച്ചുകൊണ്ടാണ്. സ്വാമി കൺമണിയോട് ചോദിക്കുന്നു, എന്താണ് വിഷമമെന്ന് കൺമണിയോട് ചോദിക്കുന്നു. ആദ്യം പറയാൻ കൺമണി മടിക്കുന്നു. അപ്പോൾ സ്വാമി പറയുന്നു, എനിക്കറിയാം മനസ്സിലെന്താണെന്ന്. അന്നാ ചിതകൾ ഒഴുക്കിയപ്പോൾ ഇടയ്ക്ക് തടസ്സം കണ്ടില്ലേ? ഒഴുകുമ്പോൾ തട്ടിയും തടഞ്ഞും ഒക്കെ ഒഴുകും, പക്ഷെ അവസാനം അതൊരു സുഗമമായ പാതയിലെത്തും. കൺമണി സ്വാമിയോടായി പറയുന്നു, സ്വാമി, സാറിന് മധുരമയോടൊപ്പം ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് നടക്കണം. സ്വാമി മറുപടി പറയുന്നത് ഇപ്രകാരമാണ്, കൊള്ളാം, ത്യാഗം അല്ലേ? പുരാണത്തിൽ പലപ്പോഴും സ്ത്രീകൾ ഭർത്താവിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭർത്താവിന് ഇഷ്ടപ്പെട്ട പരസ്ത്രീയുടെ അടുത്ത് കുട്ടയിൽ ചുമന്നുപോയ സ്ത്രീകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പക്ഷെ അതാരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കില്ല. ജീവിതത്തിൽ വേണ്ടത് ഇട്ടെറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളും
കൂടെ നിന്നുള്ള പ്രവർത്തനങ്ങളുമാണ്. ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. കൺമണി ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, സാറിന് മധുരമയാണ് സ്നേഹിക്കുന്നതെങ്കിൽ മധുരമയ്ക്കൊപ്പവും എന്നെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എനിക്കൊപ്പവും ജീവിക്കാൻ അനുഗ്രഹിക്കണേ. സാറിന് സന്തോഷവും ദീർഘായുസ്സും നൽകണേ. ഇതേസമയം ആനന്ദവർമ്മയും ദേവയും അവന്തികയും കൺമണി ആരോടും പറയാതെ വീട് വിട്ടു പോകുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നു. അവന്തിക പറയുന്നു, എന്നാലും അവൾക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നു. എന്ത് പണിയാണ് അവളി കാണിച്ചത്? ദേവ, അവൾ വരുമ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ചോദിക്കണം. ഇനി ഇത് ആവർത്തിക്കരുത്. ആനന്ദവർമ്മ, നമുക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ അറിയരുത്. ഇതേസമയം സ്വപ്ന അനന്യ അങ്ങോട്ട് വരുന്നു. സ്വപ്ന അവന്തികയോടായി, എന്താടി നിന്റെ കൂട്ടുകാരിയെ കിട്ടിയോ? അതെ കിട്ടി. അടുക്കളയിൽ ഒരു ജീരകത്തിൻ്റെ ഡപ്പിയുണ്ട്, അതിലിട്ട് അടച്ചു വെച്ചിരിക്കുക. വേണമെങ്കിൽ ചെന്ന് തുറന്നു നോക്കിക്കോ. അവന്തികയുടെ മറുപടി ഒട്ടും രസിക്കാത്ത സ്വപ്ന ആനന്ദവർമ്മയോടായി, അച്ഛാ, ഇവളിപ്പോൾ ഞങ്ങളോട് ഇങ്ങനെയൊക്കെയാ പെരുമാറുന്നത്. ഇത് ശരിയാണോ അച്ഛാ? നിങ്ങളുടെ പ്രവൃത്തി മൂലമല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ദേവ പറയുമ്പോൾ സ്വപ്ന വീണ്ടും ആനന്ദവർമ്മയോടെ, കേട്ടോ അച്ഛാ, മുൻപൊന്നും ഇവൻ ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അവളുടെ തലയണ മന്ത്രം കേട്ടിട്ടാണ് ഇവ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും അച്ഛാ, അച്ഛനോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോയത് ശരിയാണോ? ആനന്ദവർമ്മ സ്വപ്നയോടും അനന്യയോടുമായി, മക്കളെ, നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഞാൻ അച്ഛനാണ്, അമ്മയല്ല. നിങ്ങളുടെ ഏഷണിയിൽ അവൾ വീഴുന്നത് പോലെ ഞാൻ വീഴില്ല. ആകെ നാണം കെട്ട് സ്വപ്നയെ അനന്യയെ നിൽക്കുമ്പോൾ സുശീലാമ്മ അങ്ങോട്ട് വരുന്നു. വന്ന് മരുമക്കളുടെ ഭാഗം പിടിക്കുന്നു. ഇതേസമയം കൺമണി ആശ്രമത്തിൽ നിന്നും തിരിച്ചു വരുന്നു. സുശീലാമ്മയും സ്വപ്നയും അനന്യയും കൺമണി എവിടെ എന്നതിനെ ചൊല്ലി ചോദ്യം ചെയ്യുന്നു. ആശ്രമത്തിൽ പോയിരുന്നതാണെന്നും ദേവയുടെ പിറന്നാളിന് അമ്മ പതിവായി ആശ്രമ ദർശനം നടത്തിയിരുന്നതിനാലും ഇത്തവണ അമ്മ പോകാത്തതിനാൽ മുടങ്ങാതിരിക്കാൻ വേണ്ടി വഴിപാട് കഴിച്ചതാണെന്നും കൺമണി മറുപടി പറയുന്നു. എന്നാൽ സ്വപ്നയും അനന്യയും ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അമ്മ ചെയ്യേണ്ട കടമകൾ ചെയ്ത് ദേവയുടെ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം മാറ്റിയെടുക്കാനാണ് കൺമണി ഇതൊക്കെ ചെയ്തതെന്നും വളച്ചൊടിക്കുന്നു. അവസാനം സുശീലാമ്മ പറയുന്നു, ഈ വീട്ടിലെ ഗൃഹനാഥ ഞാനാണ്. നിങ്ങൾ എനിക്ക് അങ്ങനെ ഒരു പരിഗണന തരുന്നോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇനി മുതൽ ആരെങ്കിലും പുറത്തു പോകണമെങ്കിൽ ഈ വീട്ടിലെ ഗൃഹനാഥയായി എന്നോട് ചോദിച്ചിട്ട് വേണം. ഇത് കേട്ട് സ്വപ്ന, എന്തിനാ അമ്മേ ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത്? ഇനി മേലിൽ പുറത്തു പോരുന്നൊന്നും പറയമ്മേ ഇവളോട്. ഇവള് വന്നപ്പോഴും ഒരടി കൊടുത്തിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങിയ സ്വപ്നയോടായി ദേവ, സ്വപ്നേച്ചി ഒന്ന് നിന്നേ. ഒരു കാര്യത്തിൽ എനിക്ക് സ്വപ്നേച്ചി ഓർത്ത് അഭിമാനമുണ്ട്, ചങ്കൂറ്റത്തിൻ്റെ കാര്യത്തിൽ. അപ്പം നേരത്തെ പറഞ്ഞ ആ അടി ചങ്കൂറ്റമുള്ള സ്വപ്നേച്ചി എൻ്റെ മുന്നിൽ വെച്ചൊന്ന് അടിച്ചു നോക്കിയേ. വേറൊന്നിനും അല്ല, ഇവളുടെ ഭർത്താവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണിക്കാനാ. പറ്റുന്നില്ല അല്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ചങ്കൂറ്റം. നട്ടലുള്ള ഒരാണ് വന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങളുടെ ചങ്കൂറ്റം തീരും എന്ന് പറഞ്ഞ് ദേവ കൺമണിയുടെ കൈയും പിടിച്ച് മുകളിലെ റൂമിലേക്ക് പോകുന്നു. റൂമിൽ വെച്ച് കൺമണി ദേവയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നു. കൺമണി പഠിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ബർത്ത്ഡേ എന്നും ദേവ പറയുന്നു. ശേഷം കാണിക്കുന്നത് ദേവ ഓഫീസിൽ പോകാൻ റെഡിയായി വരുമ്പോൾ കൺമണി ടിഫിൻ റെഡിയാക്കി വെക്കുന്നു. എന്നാൽ സുശീലാമ്മ പറയുന്നു, ഇന്നത്തെ ലഞ്ച് സുശീലാമ്മ ഓഫീസിലെത്തിക്കാമെന്ന്. ദേവയുടെ ബർത്ത്ഡേ ആയിട്ട് സുശീലാമ്മ ഉണ്ടാക്കിയ ആഹാരമാണ് ദേവ കഴിക്കേണ്ടതെന്നും പറയുന്നതിനെ തുടർന്ന് സന്തോഷത്തോടെ തന്നെ ദേവ അമ്മയുടെ സ്പെഷ്യൽ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോകുന്നു. ഇതേസമയം സുശീലാമ്മ അടുക്കളയിൽ കയറി ഓരോ ഉപകരണങ്ങളും തിരയുന്ന രസകരമായ കാഴ്ചയാണ് പിന്നീട് കാണിക്കുന്നത്. എടി കൺമണി, കടുക് എവിടെ? മല്ലി എവിടെ? മുളക് എവിടെ? കായം എടുക്കാൻ നിന്നോട് പ്രത്യേകം പറയണോ? രസകരമായ തന്നെയാണ് ആ ഭാഗവും കാണിച്ചത്. സുശീലാമ്മയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൺമണി ഓരോന്നും ചെയ്തു കൊടുക്കുമ്പോൾ കൺമണി കാണാതെ ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട് സുശീലാമ്മ. സുശീലാമ്മയുടെ മനസ്സിളകി തുടങ്ങി എന്നതിന് തെളിവാണ് ആ ചിരി. ഇതെല്ലാം സ്വപ്ന കാണുന്നു. അടുക്കളയിൽ നടന്ന കാര്യങ്ങളെല്ലാം സ്വപ്ന അനന്യയോട് പറയുന്നുണ്ടെങ്കിലും ജോലി ചെയ്യാനുള്ള മടി കാരണം അനന്യ സ്വപ്നയോട് തന്നെ പോയി അമ്മയെ സഹായിക്കാൻ പറയുന്നു. രണ്ടുപേർക്കും ജോലി ചെയ്യാനുള്ള മടി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നിൽക്കുന്നതും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.